ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹംദ ആൻഡ് ഹാദി വ്ളോഗ്. നമ്മളങ്ങനെ സിംഹത്തിനും പുലിനെയും എല്ലാം കണ്ടിട്ട് നേരെ വന്നത് സ്നോ സിറ്റിയിലേക്കാണ്. സഫാരി പാർക്കിൻ്റെ വീഡിയോ കാണാത്തവർ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടാൽ മതി, പാർട്ട് 1 എന്നുണ്ടാവും. നമ്മളങ്ങനെ സ്നോ സിറ്റിയിലേക്ക് പോവുകയാണ് ഗൈസ്. നല്ല ചൂടും വെയിലല്ലേ, അപ്പം നമുക്ക് കുറച്ച് മണ്ണിൽ കളിക്കാൻ പോവാം. നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ നമ്മൾ ഇടാൻ വേണ്ടി ഷോക്സ് എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അപ്പം നമ്മൾ കുൽഫിയും തിന്നുകൊണ്ട് എൻട്രൻസിലേക്ക് പോക്കാന്ന്. ടൈം 4 മണിയാണ്. 4 മണി ആയിട്ടില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കയറാനായി. അതവിടെ 2 ആൾക്കാർ അപ്പുറം ഇപ്പുറം ഇരുന്നിട്ടുണ്ട്, കൊടവയറില്ലേ. നമ്മൾ 2 ആളും അവർ സൈഡിലായിട്ട് പോയിരുന്നേ. ഹായ് ബ്രോ, എന്തൊക്കെ ഉണ്ട്? സുഖം തന്നെയാ. ചായം കണ്ടെല്ലാം കുടിച്ചിട്ടല്ലോ വന്നേ. കയ്യിൽ ഐസ്ക്രീം എല്ലാം ഉണ്ടല്ലോ, എനക്കൊന്നേരം ഒരു ഐസ്ക്രീം. അയ്യോ ഗൈസ്, എൻ്റെ ഐസ്ക്രീമിനും ചോദിച്ചു. അതുകൊണ്ട് ഞാൻ മെല്ലനെ ഇവിടുന്ന് മുങ്ങി. ഓൻ്റെ കോലം നോക്കറ, ഇതിനേറെ ശിക്കാരി ഞാൻ പോവാ. ഗൈസ് അമ്മ നോക്കിയേ, പെട്ടെന്ന് ഈ സ്നോയിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇതാ പെട്ടെന്ന് ജാക്കറ്റെല്ലാം ഇടുന്ന. ഗൈസ് ഓണത് ആദ്യം തന്നെ കയ്യോറിടുന്ന് പായനെ കൊണ്ടല്ലേ കടിച്ചു നന്ദക്കൊടു. അങ്ങനെ നമ്മളിതാ സ്നോ സിറ്റിയുടെ അകത്തേക്ക് കയറിയിരിക്കുന്നു ഗൈസ്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടും തണുപ്പുണ്ട്. കോഴിക്കോട് പോയതിനേക്കാൾ തണുപ്പുണ്ട്. നമ്മൾ കുറേ അടന്ന് ഓടിക്കളിച്ചു. അതിനുള്ളൊരു ഗുഹയുണ്ട്, അയാളെല്ലാം കയറി. പിന്നെ സ്ലൈഡ് ഉണ്ട്, അങ്ങനെ എന്തെല്ലോ ഉണ്ട് ഗൈസ്. ഈ ഗുഹേൻ്റെ ഉള്ളിൽ കളിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. നല്ല പച്ച ലൈറ്റ്. ഞാനും അമ്മയും ഉപ്പിയും കൂടെ ഇരുന്ന് മണ്ണ് വാരി കളിച്ച്. ഇവിടെ കുറേ സ്ലൈഡെല്ലാം ഉണ്ട് ഗൈസ്. ഇവിടെ വലിയൊരു സ്ലൈഡിനുണ്ട്, അതിലോട്ട് പോകാൻ നല്ല സുഖമാണ്. അത് കാണുമ്പോൾ നല്ല രസമുണ്ടായിന്. പിന്നെ ശ്വാസം എടുത്തത് അത് നിർത്തിയിട്ടാണ് വന്നത് അവിടെ എത്തിയിട്ട്. അതാ ഗൈസ് അമ്മ പോകുന്ന അതിലൂട്ടെ. അമ്മ പേടിച്ചൊരു വകയായി, അവളെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അധികം പേടിച്ചിട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് പേടിച്ചിനി. അമ്മ എണീച്ച് വരുന്നുണ്ട്. അടുത്ത് ഞാനാന്ന് ഗൈസ്. ഓള് നല്ല ചിരിച്ചിട്ടാണ് വരുന്നത്, പക്ഷെ പേടി പുറത്ത് കാണിക്കുന്നില്ല. ഓനക്ക് ഉള്ളിൽ നല്ല പേടി ഉണ്ടാവും ഗൈസ്. അനക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നല്ല കൂളായിട്ട് വരുന്നു. ഞാൻ നല്ല കൂളായിട്ട് വരുന്നു. മോൻ എന്താ പോക്ക്, നല്ല സുഖം ഉണ്ടായിരുന്നു. ഗുഡുഗുഡു വണ്ടി പോകുന്നാൽ ഇങ്ങനെ നടക്കുക, ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. അയാൾ ഏതാ പിടിച്ചു വെക്കല്. ഞാൻ കറങ്ങി ഗൈസ്. നേരത്തെ ആ മേലേന്ന് മഞ്ഞുമഴ പെയ്തിന്, നല്ല രസം ഉണ്ടായിന് ഗൈസ്. ഇതാ എൻ്റെ ഉപ്പ വരുന്നത്. ഉപ്പാക്ക് നല്ല പേടിയുണ്ട് പോന്ന്. പിന്നെ നമ്മളെല്ലാം പോയിട്ട് കുറച്ച് ധൈര്യമായിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പൊന്നും കയറാൻ പറ്റില്ല, ഈ സ്റ്റെപ്പിലെല്ലാം ഭയങ്കര മഞ്ഞാന്ന്. എടാ അതിനത് പൂട്ടിട്ടിട്ടേ. ഗൈസ് ഇവിടെ ഫുൾ തണുത്ത് വറക്കുന്നത്. പിന്നെ കോട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ നല്ല പാട്ടെല്ലാം ഉണ്ട്, എല്ലാവരും ഡാൻസും കളിച്ചുകൊണ്ട് തുള്ളിച്ചാടി പോകുന്നുണ്ട്. ഗൈസ് എൻ്റെ ഷൂവിൽ ഫുൾ ഐസ് കയറി, എന്നിട്ട് ഞാൻ തുള്ളി നടക്കുന്നു. ബാക്കറോ ഗൈസ്. ഐസിൽ നിന്ന് നടക്കാൻ ഭയങ്കര പണിയാണ്, ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടിരിക്കുന്നത്. എന്നെ അടുത്ത ബെല്ല സ്ലൈഡിൽ കയറാൻ ഉള്ള പോക്കാന്ന് നമ്മൾ 2 ആളും. തണുപ്പത്ത് നല്ല ചൂട് കോഫിയും ചായ കുടിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് കഴിക്കാം. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഞാൻ ഒന്ന് സ്ലൈഡിൽ കയറിയിട്ട് ചെയ്യാത്തേ, എന്നാൽ പേരാത്ത മനാനി. ഞാൻ എത്തി, ഞാൻ ഒന്ന് പേരാത്തേ. അയ്യോ ഞാൻ വരുന്നില്ല, ഞാൻ സ്ലൈഡിൽ കുഴുങ്ങിപ്പോയി ഗെയ്സ്. ഞാൻ ഒന്ന് പേരാത്തേ ഗെയ്സ്. ഞാൻ വരുന്നില്ല ഗെയ്സ്. അത്രയും ബെല്ലതാണ്. വന്നേ. ഭയങ്കര തണുപ്പ്, നല്ല സ്പീഡിലാണ് പോകുന്നത്. എന്നിട്ട് ഇത്തിരി സമയം എടുത്തിട്ടാണ് വന്നത്. ഇപ്പം അമ്മ വരും. ഓള് കൊടുത്ത കാണുന്നില്ല, പിടിച്ച് മെല്ലെ തൂങ്ങിയിരുന്നുണ്ടാവും. നല്ല സ്പീഡായിട്ടു. ഓള് തെറിച്ച് വന്നിട്ടാ. നല്ല സ്പീഡിലാണ് ഗൈസ് വന്നത്. ഒന്നാമത് കാലിനടിയിൽ ഫുൾ ഐസായതുകൊണ്ട് സ്ലിപ്പായി അങ്ങ് വെറ്റ വരുത്താൻ വന്നേ. പിന്നെ ഇവിടെ കുറേ ഐസ് കൂമ്പാരം പോലെ അങ്ങ് കൂട്ടി ഇട്ടിട്ടുണ്ട്. നമ്മളവിടെ നിന്ന് ഊതുമ്പോൾ തന്നെ നല്ല പുക വരുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങനെ സിഗരറ്റെല്ലാം വലിച്ച് ഗെയ്സ്. നല്ല പുക പോകുന്നുണ്ടാ ഗെയ്സ്. തണുപ്പ് കൊണ്ട് ഊതാൻ വരെ പറ്റുന്നില്ല, അത്ര ഊതിയിട്ട് തണുപ്പ് ആ പുക പോകുന്നില്ല ഗെയ്സ്. ഇവിടെ തണുപ്പും കൊണ്ട് ചെയ്തെടുക്കുമ്പോൾ അല്ലേ ഉപ്പാൻ്റെ ഒരു ഐസും കൊണ്ട് ഇതാക്കല് എറിയല്. നല്ല കൊടുക്കയിട്ട്.
ഗെയ്സ് അമ്മ നോക്കി കൂളായിട്ട് മണ്ണെല്ലാം വാരി കളിക്കുന്നു. ഗെയ്സ് മൂക്കെല്ലാം അടഞ്ഞു പോയി ഗെയ്സ്, അമ്മാതിരി തണുപ്പാണ്. ഗെയ്സ് ഇതിൽ സിംഹമായിട്ടുണ്ടാറിയില്ല, വലിയൊരു ഗുഹ. എനിക്ക് ഇത്രയും സിംഹത്തിന് കണ്ടിട്ട് മതിയായിട്ടില്ലേ. ഞാൻ അങ്ങനെ ഒന്നും കൂടി ആ സ്ലൈഡിൽ കയറി. സ്ലൈഡിൽ സ്റ്റെപ്പെല്ലാം പേരുന്നതുകൊണ്ട് ഞാൻ പേടിക്കുന്ന കീഞ്ഞു വന്ന്. പിന്നെ അമ്മ ബേക്കിലെ വന്നോണ്ട് ഓളം വിളി തോക്കണ്ട വെച്ചിട്ട് പിന്നെ ഒന്നും കൂടി കയറി. ഗെയ്സ് ഇത് വളഞ്ഞിട്ടുള്ള സ്ലൈഡാണ്. ഇവിടെ ഫുൾ സ്ലൈഡാണ്. നല്ല രസമുണ്ട് ഈ സ്ലൈഡിലെല്ലാം കയറി കളിക്കാൻ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് സ്ലൈഡിൽ കയറിക്കൊണ്ടിരിക്കുന്നത്. തണുപ്പത്തിങ്ങനെ എന്തെല്ലോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നല്ല ഇതുണ്ട്, തണുപ്പ് കുറവുണ്ട്. ഇവിടെ പിന്നെ നല്ല സുഖമുണ്ട് ഈ സ്ലൈഡിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ, അതാണ്. പിന്നെ നമ്മൾ ആടെ ഇരുന്നിട്ട് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. ഇവിടുന്ന് ശ്രദ്ധിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ കുണ്ടിയും കുത്തി നിലത്ത് വെക്കും. അമ്മ നോക്കിയ ഗെയ്സ് പ്രതിമനെ പോലെ അവിടെ തന്നെ ഇരിക്കുന്നു. തണുത്ത് മരവിച്ചു വന്നോള്. ഞാനും ഏകദേശം തണുത്തിട്ട് ഐസായി ഗെയ്സ്. ചൂടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ബോൾ കളിച്ചു ഉപ്പാൻ്റെ ഒപ്പം. അമ്മനെ വിളിച്ചിട്ടൊന്നും വരുന്നില്ല. ലാസ്റ്റ് മെല്ലനെ വരുന്നുണ്ട്. അമ്മ അവിടെ ഫെവിക്കോൾ ഒട്ടിച്ചു പോലെ അവിടെ തന്നെ ഇരുന്നിട്ടാണ് കേട്ടോ ബോളെല്ലാം കളിക്കുന്നത്. ഇവിടെ നടക്കാൻ ഭയങ്കര തണുപ്പാണ്. എൻ്റെ ഷൂവിൽ ഐസ് കയറി തണുത്തിട്ട് ചീതെടുത്ത് വറക്കുന്ന ഗെയ്സ്. സാധാരണ ഞാൻ ഓടിഞ്ഞാന്ന്, ഇവിടെ കണ്ട ഐസ് ഞാൻ മെല്ലനെ നടക്കുന്നു. തണുത്ത് മരവിച്ചു പോയി ഗെയ്സ്. ഇവർക്ക് വല്ല ആവശ്യമുണ്ട് ഇത്രയും അധികം മഞ്ഞുകൊണ്ട് തന്നെ? ഒരു മീഡിയം മഞ്ഞ് പോലെ, ഇത് ഫുൾ മഞ്ഞാണ്. അമ്മ അവിടെ നിന്ന് അനങ്ങുന്നില്ല. അമ്മ തണുത്ത് സ്നോമാനെ പോലെ ആയിപ്പോയി തോന്നുന്നു. ഓമ്പെല്ലാം ഷോ ആക്കലാന്ന്. ഓൺ തണുത്ത് പറിച്ചിട്ടാക്കുന്ന ഉപ്പ് നിർബന്ധിച്ചിട്ട് കളിക്കലാന്ന്. ഗേസ് ഞാൻ ഇവിടെയുള്ള എല്ലാവരും വീഡിയോ കൊല്ലിട്ട് പോലീസായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അന്നൊന്നും ചെയ്യില്ലേ. ഞാൻ ഇവിടെ വെറുതെ കയറിയിരുന്നാന്ന്. നല്ല അരങ്ങുണ്ട്. ആ സ്നോ സിറ്റിൻ്റെ പുറത്ത് വെച്ച വണ്ടി ഇത് ഗെയ്സ്. ആ ഷാർക്ക് നോക്കി, ഇപ്പം ആ ഷാർക്ക് തന്നെ കടിക്കോ. ഗെയ്സ് ഇവിടെ ഒരു വലിയ അക്വേറിയമുണ്ട്. പക്ഷേങ്കിൽ നമ്മളവിടെ കയറിയിട്ടില്ല. നമ്മൾ സ്നോ സിറ്റിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല ടൈമായി. ഇത് പുറത്തുനിന്ന് കാണാൻ തന്നെ നല്ല രസമെല്ലുണ്ട്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. അയ്യോ ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ട് അവിടെ വലിയൊരു ഷാർക്ക് അന്നിപ്പോൾ കടിച്ചു വന്നു. ഓനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചലച്ചോണ്ട് നിൽക്കും. നിങ്ങളതൊന്ന് മെയിനാക്കാണ് ഗൈസ്. നമ്മൾ കുറച്ച് ഫോട്ടോകൾ ഇവിടുന്ന് എടുത്തിട്ടുണ്ടായിന്. കുറേ ആൾ ഇവിടുന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ഇതാണ് ആ അക്വേറിയത്തിൻ്റെ എൻട്രൻസ്. നമുക്ക് അടുത്ത പ്രാവശ്യം ഈ ബാംഗ്ലൂർ വരുമ്പോൾ ഈ അക്വേറിയത്തിൽ കയറാം ഗൈസ്. ഇവിടെ വലിയൊരു ഫൺ സിറ്റി ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നടന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത്. കുറേ റൈഡെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ കയറില്ല, അതുകൊണ്ട് ഇവിടുന്ന് കയറിയിട്ടില്ല. ഈ മോനെ അവരെ കൂക്കിലേക്കണം. അവരെന്തോ ഉയരത്തിൽ വന്നിനി, പിന്നെ എന്തിനാ അവർ കയറിന് ഗേസ്. ഇവിടെ ഫുൾ ലക്ഷറി കാറുകളാണ്. ഞാൻ അടുക്കുമ്പോൾ എന്നെ സെക്യൂരിറ്റി പുറത്താക്കി. എനക്ക് നല്ല വിഷമായി. ആ സെക്യൂരിറ്റിനെ ഒരു പാഠം പഠിപ്പിക്കണം. എന്താന്നൊരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ആയി പോവാ. ഓനക്ക് കിട്ടേണ്ടത് തന്നെയാണ്. ഓനക്ക് എല്ലാ ലക്ഷറി കാറിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കൽ തന്നെയാണ് എൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ നമ്മൾ അവിടെ നിന്നെല്ലാം ഇറങ്ങി. ഏകദേശം 5:30 ആയിട്ടുണ്ടാവും നമ്മൾ ഇറങ്ങിയപ്പോൾ. ഇപ്പം തന്നെ റോഡെല്ലാം ഭയങ്കര തിരക്കായി. ഇവിടെ ഭയങ്കര മണ്ണികളും തിരക്കാണ്. അങ്ങനെ ഇന്നത്തെ വ്ളോഗുടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു ഗെയ്സ്. അപ്പം ഗെയ്സ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യുക. എന്നാലേ നമുക്ക് ഇനി കൂടുതൽ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും പറ്റൂ. അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് കുറേ വെയിറ്റ് ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നടന്ന്. ഈ സമയം ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഊബറെല്ലാം വിളിച്ച് 10-15 മിനിറ്റെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും. അമ്മ നോക്കിയാൽ തൊപ്പി കയ്യിൽ വിടുന്നില്ല. നമ്മളങ്ങനെ പോസ്റ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്ന്. അങ്ങനെ നമ്മൾ ഊബർ വന്നു ഗൈസ്. അപ്പം നാളെ നമ്മൾ അടിപൊളി കിടിലം വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ മറക്കാതെ കാണണം.